Hello guys, welcome back to my channel. If you're new here, hi, I am Arya. I make videos related to beauty and fashion. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. എനിക്കൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം ഓൾ സ്കിൻ ടൈപ്പ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഓയിലി കോമ്പിനേഷൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യാം. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ദി വീഡിയോ. ഫസ്റ്റ്ലി ഞാൻ എൻ്റെ ഹെയറൊക്കെ ടൈ ചെയ്യാണ്. ഞാനിവിടെ ഒരു ഹെയർ ബാൻഡ് വെച്ച് എൻ്റെ ഹെയറൊക്കെ സെക്യൂർ ചെയ്യാണ്. നിങ്ങളൊരു ഹെയർ ടൈയോ ഹെയർ ബാൻഡോ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഫേസ് ക്ലെൻസിങ് ആണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിൾ റീഫ്രഷിങ് ഫേസ് വാഷ് ആണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പ് ആണ്. നമ്മളുടെ ഫേസിലെ ഡേർട്ട് ഓയിലെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യും. പിന്നെ നമ്മളുടെ സ്കിൻ ഇതൊട്ടും ഡ്രൈ ആക്കില്ല. നിങ്ങൾക്കൊരു സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. 1 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അത് വാഷ് ചെയ്യുക. നല്ല ക്ലീൻ ടവൽ വെച്ച് അത് പാറ്റ് ഡ്രൈ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ടോണിംഗ് ആണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലം നയാസിനമൈഡ് ടോണർ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഏതൊരു ടോണർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഈവൻ റോസ് വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഈ ടോണർ നമ്മളുടെ സ്കിന്നിൻ്റെ pH ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ സിറമിനെയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മളുടെ സ്കിന്നൊരു പ്ലംപി ലുക്കും തരും. നെക്സ്റ്റ് ഞാനിവിടെ നയസിനമൈഡ് സിറമാണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ആക്നെ സ്കാർസിനെ ഫേഡ് ചെയ്യാനും ഫേസിനെ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും ഓയിൽ കൺട്രോൾ ചെയ്യാനും നല്ല ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്കൊരു ആക്നി പ്രോൺ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളൊരു ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ഗ്ലാസ് സ്കിൻ ഗ്ലോയി സ്കിൻ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വിത്തിൻ വീക്സിനുള്ളിൽ നല്ലൊരു റിസൾട്ട്സ് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് പോൺഡ് സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. ഇതൊരു ലൈറ്റ് വെയ്റ്റ് നോൺ ഗ്രീസി മോയ്സ്ചറൈസർ ആണ്. ബെസ്റ്റ് ഫോർ ഓയിലി കോമ്പിനേഷൻ സ്കിൻ. നിങ്ങൾക്കൊരു നോർമൽ ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ബട്ട് വെരി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളൊരു ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒരു 1 to 2 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ ഫേസിൽ ആ ഒരു ഡിഫറൻസ് വിസിബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ദ ഡെർമാകോ ഐ റിപ്പയർ ക്രീമാണ്. ഇത് അവരുടെ സ്നെയിൽ പെപ്റ്റൈഡ് 96 അണ്ടർ ഐ റിപ്പയർ ക്രീമാണ്. അവരിത് ക്ലെയിം ചെയ്യുന്നത് ദിസ് വർക്ക്സ് ഫോർ ഡാർക്ക് സർക്കിൾസ് ആൻഡ് പഫിനെസ്. ബട്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വീക്ക് ആയിട്ടേ ഉള്ളൂ. ഇതെൻ്റെ പഫിനെസ് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് ആ ഒരു റിസൾട്ട് പറയാൻ പറ്റൂ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. ദിസ് ഇസ് ഫ്രം ദി ബ്രാൻഡ് ഡോട്ട് ആൻഡ് കീ. അവരുടെ വാട്ടർമെലൺ വേരിയൻ്റ് ആണ്. ഇറ്റ് ഈസ് SPF 50 PA4+. സൺസ്ക്രീൻ ഒരു മസ്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വീട്ടിനുള്ളിലാണെങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പുറത്ത് പോകുമ്പോഴും നിങ്ങൾ ഡേ ടൈമിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യുക. ഇത് നമ്മളുടെ പിഗ്മെൻറ്റേഷനെ റെഡ്യൂസ് ചെയ്യാനും ടാനിങ് വരാതിരിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് നമ്മളുടെ നെക്കിലും ഇയേഴ്സിലും എല്ലാം നന്നായിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്. ഇറ്റ് ഹാസ് SPF 50 PA3+. നമ്മളുടെ ലിപ്സിനെ സൺ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. ഓൾസോ ഇറ്റ് വിൽ കീപ്പ് അവർ ലിപ്സ് ഹൈഡ്രേറ്റഡ്. നല്ലൊരു സട്ടിൽ ടിൻറ്റും ഇത് നമ്മുടെ ലിപ്സിന് പ്രൊവൈഡ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.